വെൽക്കം ബാക്ക് ടു ഐസ് സ്പൈസി ഡിലൈറ്റ്സ്. ഇപ്പം എന്തായാലും ചക്ക സീസണാണ്. അപ്പോൾ ചക്ക സീസൺ തീരുന്നതിന് മുമ്പേ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. പാൽച്ചക്ക വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അതേപോലെ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മേലിട്ടിരിക്കുന്ന ഈ വറവുണ്ടല്ലോ, അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അതും കൂടി കൂട്ടിയാണ് ഈ ഒരു പാൽച്ചക്ക നമ്മൾ തയ്യാറാക്കുന്നത്. അതും കൂടി കൂട്ടി ഒരു പിടി അങ്ങ് പിടിക്കണം. കൂടെ ഒരു വറുത്തരച്ച നമ്മുടെ നാടൻ ചിക്കൻ കറിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ഈ കോംബോ കിഡിലനാണ് കേട്ടോ. ഈ വറുത്തരച്ച ചിക്കൻ കറിയും നാടൻ ചിക്കൻ കറിയും ഒപ്പം ഈ പാൽച്ചക്കയും. ഈ പാൽച്ചക്കയുടെ രുചി എങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് എനിക്ക് ഒട്ടും അറിയില്ല, കാരണം അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്തായാലും എല്ലാവർക്കും ചക്ക എന്തായാലും കിട്ടും. ചക്ക സീസണാണ്. അപ്പോൾ ചക്ക തീരുന്നതിന് മുമ്പ് എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. മസ്റ്റ് ആയിട്ടാണ്. നിങ്ങൾക്കത് ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ കൺസിസ്റ്റൻസി. പിന്നെ തേങ്ങാപ്പാൽ ചേർത്തിട്ടാണെന്നൊന്നും കരുതി സ്കിപ്പ് ചെയ്ത് പോകണ്ട. അധികം വലിയ പണിയൊന്നും ഇതിനില്ല. നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അരപ്പും കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ ഈ വറവും ഒരു രക്ഷയില്ല. ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പോലും എനിക്കിതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഓർമ്മ വന്നിട്ട് നാവിൽ കപ്പലൊടിക്കാനുള്ള വെള്ളമുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഞാൻ നിങ്ങളെ കൂടുതൽ കൊതിപ്പിക്കുന്നില്ല. നമുക്ക് എന്തായാലും ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. പാൽച്ചക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചക്ക വേണം. അപ്പോൾ നല്ല വരിക്കച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് വെട്ടി ഇതിൻ്റെ ചോളയൊക്കെ ഉരിഞ്ഞെടുക്കാം. ഇനി നമുക്കിതിൽ ചവണിയും കുരുവും ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ചക്ക ഞാൻ ചെറുതായിട്ട് അരിയുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് അരിയാം കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെയാണ് വേവിക്കുന്നത് കേട്ടോ. ഇനി ചക്കക്കുരുവും കൂടി ഇതിലേക്ക് വേണം. അപ്പോൾ ചക്കക്കുരുവും കൂടി അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പണി കഴിഞ്ഞു. ഇവിടെ മാത്രമാണ് നമുക്ക് കുറച്ച് പണി കൂടുതലായിട്ടുള്ളത്. കാരണം ചവണിയൊക്കെ കളഞ്ഞ് കുരു മാറ്റി ഇങ്ങനെയൊക്കെ നാക്കി വരുന്നതിന് കുറച്ചൊരു പണിയാണ്. അവിടെ മാത്രമേ നമുക്ക് കുറച്ച് പണിയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം നമുക്ക് പെട്ടെന്ന് പണി തരും. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കഴുകിയിട്ട് വൃത്തിയാക്കി കൊണ്ടുവരാം കേട്ടോ. കഴുകി വൃത്തിയാക്കി വെച്ച ചക്കയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 15 കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിലേറെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിത് വേവിക്കാൻ പാകത്തിനത്രയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് വേവിക്കാം. മൂടി വെച്ച് വേവിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും വേവിക്കാം കേട്ടോ. കുക്കറിലാണെങ്കിൽ ഒരു 2-3 വിസിലൊക്കെ മതിയാവും കേട്ടോ. ഇതിവിടെ ഇരുന്ന് കുക്കാവട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിലേക്ക് ഒരു മുഴുവൻ തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു 5 ചെറിയുള്ളി, ഒരു 12 കുരുമുളക്, ആവശ്യത്തിലേറെ കറിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ ജീരകം. നിങ്ങൾക്ക് 1/2 അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ വരെ ഇടാം കേട്ടോ ജീരകത്തിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ. പിന്നെ ഇതിലേക്ക് കാന്താരി മുളകും കൂടി ചേർത്ത് സ്വല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ അരയ്ക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്, എന്നാൽ തീരെ അറിയാതെ ആവരുത്. ആ ഒരു ലെവലിൽ അരച്ചെടുക്കുക. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ചക്കയിൽ നല്ലപോലെ തേങ്ങ ഇട്ടാലാണ് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ തേങ്ങ നന്നായിട്ട് ഇടണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്ക ഇവിടെ ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടയ്ക്കാം കേട്ടോ. ഇളക്കുമ്പോൾ ഇങ്ങനെ ഉടയുന്ന രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. ഈ കടകോലൊക്കെ ഉണ്ടെങ്കിൽ സുഖമാട്ടോ, പെട്ടെന്ന് അത് ഉടയ്ക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ അത് കാരണം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി കൂടുതലിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് പാൽച്ചക്കയുടെ കൺസിസ്റ്റൻസി. ഇവിടെ വെച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള വറവ് റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് ആർഭാടമായിട്ട് തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ. പിന്നെ ഇതിലേക്ക് വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 5 എണ്ണമാണ് കേട്ടോ വറ്റൽമുളക് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിലേറെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 15 ചെറിയ ഉള്ളി ചെറുതായി വട്ടത്തിലിങ്ങനെ അരിഞ്ഞിടും. അതും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി തേങ്ങ ചിരകിയത്. ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, കാരണം ഈ വറവാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നമ്മൾ ഈ എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കില്ലേ, എരിശ്ശേരി കൂട്ടുകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു ബ്രൗൺ കളർ ആവുന്ന രീതിയിലൊന്ന് വറവിടുന്നത്, അതേ ലെവലിലോ നമുക്ക് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ വറവ് നമ്മുടെ പാൽച്ചക്കയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. വറവൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാൽച്ചക്കയിലേക്ക്. ആ വറവ് ഇട്ടപ്പോൾ തന്നെ ആ ഒരു പാൽച്ചക്ക കാണാൻ തന്നെ ഇതൊരു ഭംഗി കാണാൻ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കാരണം പാൽച്ചക്കയുടെ കൺസിസ്റ്റൻസി കണ്ടില്ലേ. അപ്പോൾ ഒരുപാട് എന്താ പറയുക വെള്ളമായി പോരുത്, ഒരുപാട് തിക്കാവരുത്, ആ ലെവലിലായിരിക്കണം പാൽച്ചക്കയുടെ കൺസിസ്റ്റൻസി. പിന്നെ വറവ് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാൽച്ചക്ക ഇതോട്ട് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലും കൂടി സെർവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്കത് ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് പാൽച്ചക്കയുടെ ആ ഒരു കൺസിസ്റ്റൻസി അല്ലേ. ഭംഗിക്ക് വേണ്ടി പ്ലേറ്റിൽ വെച്ചിട്ടുള്ള പാൽച്ചക്കയിലും കുറച്ച് വറവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നല്ല വറുത്തരച്ചിട്ടുള്ളൊരു നമ്മുടെ നാടൻ ചിക്കൻ കറിയില്ലേ, അതും കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് ഒരു പിടി അങ്ങ് പിടിച്ച നല്ലൊരു അടിപൊളി കോമ്പയാണ് കേട്ടോ. ഈ ഒരു പാൽച്ചക്കയും ആ ഒരു നാടൻ കുരുമുളകൊക്കെ ഇട്ട് തേങ്ങ വറുത്തരച്ചിട്ടുള്ള നാടൻ ചിക്കൻ കറി, അതും ഇതും നല്ലൊരു അടിപൊളി കോമ്പോ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ പോലെ ഈ വോയിസ് കൊടുക്കുന്നത് വരെ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ. കാരണം ഇത് വായിൽ കപ്പലൊടിക്കാനുള്ള വെള്ളമുണ്ട്. കാരണം ഇതിൻ്റെ ടേസ്റ്റ് അത്രയും നല്ലൊരു ടേസ്റ്റാണ്. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും എന്നുള്ളതിൽ ഞാൻ ഗ്യാരണ്ടി. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ചക്ക സീസൺ കഴിയുന്നതിന് മുമ്പ് തന്നെ ട്രൈ ചെയ്തോ, ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് ഭയങ്കര ഒരു നഷ്ടമായി പോകും. അത്രയും നല്ലൊരു അടിപൊളി ആയിട്ടുള്ളൊരു കിടിലൻ സംഭവം തന്നെയാണ് ഈ ഒരു പാൽച്ചക്ക. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക, മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഇതിൻ്റെ ഫീഡ്ബാക്കും കൂടി കമൻസിലൂടെ പറയണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്, കണ്ടിരുന്ന് കൊതി ഇറക്കിയാൽ മതിയോ അതോ ഉണ്ടാക്കി നോക്കുന്നോ? എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും, അത് ഞാൻ ഗ്യാരണ്ടി തന്നെയാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ചക്ക സീസൺ കഴിയുന്നതിന് മുമ്പ് ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസിലൂടെ പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.